ഇന്ന് ഞാൻ പള്ളിയിലും വേദോട്ട് പോയിട്ട് ഞാൻ വന്നതാണ്. ഫുഡ് കഴിച്ചു വന്നിട്ട് ചോറും തന്നെയായിരുന്നു കറി. ചോറും ബീട്രൂട്ടും ബീഫും സാമ്പാറും കഴിച്ചോ? ഇഷ്ടപ്പെട്ടോ? അച്ചാറാണല്ലോ ഏറ്റവും കൂടുതൽ കഴിച്ചത്. എന്താ അച്ചാറിന്റെ കാര്യം പറയാഞ്ഞു? അയ്യോ പോയായിരുന്നോ? എന്നിട്ടോ 2 ആഴ്ച വേദപാഠത്തിന് വരാത്തതിന് ടീച്ചർ വഴക്ക് പറഞ്ഞോ? ഇല്ലേ? അന്നെക്കുട്ടൻ എന്നെ പരിപാടി ഇവിടെ എന്നെ പറ്റിയേ? എങ്ങനെയാ പുള്ളിയെ? അപ്പയുടെ കൂടെ സ്കൂട്ടി വന്നപ്പോ ഇറങ്ങിയപ്പം ആ ബേണറിനാണോ വെച്ചാ പറയാ സൈലൻസറിൽ കൊണ്ട് പുള്ളിയതാണ് കൂട്ടുകാരെ കാണുന്നത്. ഓയിൽമെന്റ് തേച്ച് തന്നായിരുന്നോ? എന്നിട്ട് പിന്നെയും തേക്കുന്നുണ്ടോ? തേക്കാൻ പോവാണോ? ഡ്രസ്സൊന്ന് കാട്ടിക്കേ. അപ്പൊ ഈ ഓയിൽമെന്റ് ആണോ അപ്പൊ തന്നത്? ഓക്കെ ഓക്കെ തേച്ചു പല്ല് കാണിച്ചെടുത്തേ. പല്ല് ഈ കാണിച്ചേ. അപ്പൊ അവിടെ വെള്ളം മൊത്തം കൊണ്ട് നിരത്തി വെച്ചായിരുന്നോ? വെച്ചായിരുന്നോ? ആണോ? മാല അടിക്കത് അടി. എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? അപ്പം ഞങ്ങൾക്ക് ഇന്ന് നല്ല ബീട്രൂട്ട് തോരനുണ്ട്. ഞാൻ തോരൻ അങ്ങനെ സാധാരണ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്നൊന്ന് ഉണ്ടാക്കിയതാണ്. സാമ്പാറുണ്ട്, അതുപോലെ ചോറ്. ഇത് നമ്മുടെ ബീഫാണ്. ബീഫ് അങ്ങ് വരട്ടിയെടുത്തതാണ്. കുരുമുളകൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ഇടുക്കി സ്റ്റൈലിൽ വരട്ടിയതാണ്. അന്നക്കുട്ടി ആ സമയത്ത് കിടന്നങ്ങ് നല്ല ഉറക്കമാണ്. നല്ല ഉറക്കമുള്ള സമയത്താണ് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന കുറച്ച് ഫ്രെയിംസൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാ അന്നക്കുട്ടിയുടെ കുറച്ച് ഫ്രെയിംസൊക്കെ ഉള്ളൂ, കൂടുതൽ അയർക്കുട്ടിയുടെ ആണ്. അപ്പോൾ അതൊക്കെ ഇച്ചാൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഫ്രെയിംസൊക്കെയാണ്. അപ്പോൾ അതേ നമ്മുടെ ഫാമിലി ഫോട്ടോ ഉണ്ട്. അന്നക്കുട്ടിയും കൂടെ വന്നതിന് ശേഷമുള്ള ഫാമിലി ഫോട്ടോ അതാണ് ഉള്ളത്. പിന്നെ ഇതേ ആയിരക്കുട്ടി മലയാളി മങ്കി ആയതും, പിന്നെ നമ്മുടെ ഇവിടെ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ 2 മക്കളുടെയും ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫോട്ടോ ഫ്രെയിംസൊക്കെ വെക്കുന്നത്. ഞാൻ ഇൻസ്പയർഡ് ആയത് അഹാനയുടെ ഒക്കെ വീട്ടിൽ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിംസൊക്കെ കൂടുതൽ അവർ വെക്കുന്ന കണ്ടിട്ടൊക്കെയാണ് എനിക്കും ഇങ്ങനെ വെക്കണമെന്നൊക്കെ ആഗ്രഹം വന്നത്. അപ്പോൾ അതേ ആയിരക്കുട്ടിയുടെ ഗ്രാജുവേഷൻ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഇവിടെ കഷ്ടപ്പെട്ട് ഹാങ്ങറയിൽ ഓരോന്നൊക്കെ വെക്കും. ഇതേ പോകുന്ന സാധനം അത് ഫുള്ള് വലിച്ചു വാരി താഴേക്കിടും. ഇതാണ് ഇവിടെ ഡെയിലി നടക്കുന്നത്. എങ്ങോട്ടാ? അവിടെ ബാബു ഉണ്ട്. ബാബു ഇങ്ങോട്ട് വാ. ഹലോ നോ ഇങ്ങ് വാ.